Hello friends, welcome to Nistha Gallery. ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫ്രൈയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ, ഹരിയാലി ചിക്കൻ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈസി ആയിട്ടുള്ള ഹരിയാലി ചിക്കൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ, 4 പച്ചമുളക്, 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തതാണിത്, ഉപ്പ് ആവശ്യത്തിന്, 1/2 കപ്പ് തൈര്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മിക്സെല്ലാം കൂടി ഒന്ന് നല്ല പോലെ പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ഇഞ്ചിയും നല്ല പോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് എടുത്തു വെച്ച ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, എടുത്തു വെച്ച 1/2 കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്, 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവറും ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു ഗ്രില്ല് ചെയ്ത പോലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഓയിൽ മതിയാവും. അത് നമുക്ക് നോക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ച ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചിക്കനും ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഗ്രില്ല് ചെയ്ത പോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.